നല്ല ആൽക്കഹോളിക് വെതർ. സോ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു ചേഞ്ചിങ് പ്ലാൻ. ഇന്ന് വർക്കിന് പോകുന്നതിന് പകരം നമുക്കൊരു ബ്രേക്ക് ഡേ എടുത്താലോ? സോ ഞാൻ ഇന്നൊരു ബ്രേക്ക് എടുത്തേക്കുവാണ് കേട്ടോ. കാര്യം PhD സ്കോളറായിട്ട് വന്നതിന് ശേഷം ക്രെഡിറ്റ് കോഴ്സുകളും ബയോ സ്റ്റാറ്റിസ്റ്റിക്സും മാത്സും എല്ലാം കൂടെ ഞാൻ സാച്ചുറേറ്റഡ് ആണ്. സോ എനിക്ക് റിലാക്സ് ചെയ്യണമെങ്കിൽ ഒരു ഡേ ഓഫ് അത് അത്യാവശ്യമായിരുന്നു. ഡെസ്റ്റിനേഷൻ പ്രത്യേകിച്ച് ഒന്നും ഫിക്സ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പോയി ഫൈനലി നമ്മൾ കുമരകത്തെത്തിയിട്ടുണ്ട്. കുറച്ച് നാളായിട്ട് ഇങ്ങോട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഞങ്ങൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. ബെഡ്സ്കേപ്പ് എന്ന് പറഞ്ഞൊരു ഹോം സ്റ്റേയിൽ. ഇവിടുത്തെ മെമ്പറായിട്ടുള്ളൊരു ചേച്ചിയുടെ മക്കളും നടത്തുന്ന നല്ല അടിപൊളി ഒരു ഹോം സ്റ്റേ ആണ്. ഒരു ഹോം ലൈക്ക് ഫീലാണ് എനിക്കിവിടെ നിന്ന് കിട്ടിയത്. ഇവർക്ക് തന്നെ സ്വന്തമായിട്ട് ഷിക്കാര ബോട്ടുള്ളതുകൊണ്ട് ഈവനിങ് ഒരു വൈബൊക്കെ ആസ്വദിച്ച് കായൽ വഴി ഒന്ന് കറങ്ങണമെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ. ഒരു റൗണ്ട് നമുക്ക് കറങ്ങി വരാൻ പറ്റും. ഞങ്ങളുടെ കൂടെ ഇന്ന് വന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ മോനായിട്ടുള്ള അലനായിരുന്നു. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഒരു കുഞ്ഞനിയൻ എങ്ങനെയാണോ കൂടെ വന്ന ആ ഒരു ഫീലായിരുന്നു. ഞങ്ങളൊരു 4 മണി അടുപ്പിച്ചാണ് വന്നത്. മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങൾക്ക് അവിടെ കിട്ടിയിട്ടോ. അങ്ങനെ കായലേക്കിടയ്ക്ക് മറ്റ് ഹൗസ് ബോട്ടുകളൊക്കെ വരുന്നത് കണ്ട് കുറച്ചൊക്കെ ചില്ലടിച്ച് ഞങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യാണ്. ഈ വൈബൊക്കെ എങ്ങനെ പറഞ്ഞറിയിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇങ്ങനൊരു യാത്ര ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റായിട്ട് തോന്നില്ല കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല കേട്ടോ. പക്ഷേ 6 മണി കഴിഞ്ഞാൽ ബോട്ടൊന്നും ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിയിട്ട് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞാനിപ്പോൾ എന്നോട് തന്നെ അങ്ങ് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാനിവിടെ കൊടുത്തേക്ക്. വലിയ ഹൗസ് ബോട്ടുകൾക്ക് പോകാൻ പറ്റാത്തടത്തൊക്കെ ഈ ബോട്ടിന് പോകാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു. ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് നമുക്ക് സൈഡ് ആവാനുള്ള സമയമായിട്ടുണ്ട്. സോ നല്ലൊരു ഉറക്കം ഇറങ്ങി എഴുന്നേറ്റപ്പോൾ ചേച്ചിയുടെ വക നല്ലൊരു ചായ കിട്ടി. കുറച്ച് എൻഗേജ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങേണ്ടതായിട്ട് വന്നു കേട്ടോ. സോ ചേച്ചീനോട് ഞാൻ ഇനിയും വരുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ ചേച്ചിയുടെ ടാറ്റ എല്ലാം പറഞ്ഞ് നമുക്ക് എറണാകുളത്തിന് പോവാം.